ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരും CPM വീണ്ടും നിലപാട് മാറ്റി. 2019 ഒരു യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടൊരു സത്യവാങ്മൂലം പിണറായി സർക്കാർ നൽകിയതാണ്. അന്ന് കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും കോടതിക്കൊപ്പം നിന്നതാണ്. പക്ഷേ അന്ന് നവോത്ഥാന സമിതിയുമൊക്കെ ഉണ്ടാക്കിയ പാർട്ടിയെ കൂടി നമ്മൾ കാണണം. എന്തായാലും ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് വെച്ച് ഒരു നിലപാട് മാറ്റുമ്പോൾ അതിനെങ്ങനെ പാർട്ടി അണികളോട് വിശദീകരിക്കും? ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി കേരളത്തിലെ പൊതുജനങ്ങളും കാണില്ലേ എന്ന ചോദ്യമൊക്കെ ഉയരുമ്പോൾ നമ്മൾ ആ വിഷയം കൂടി അവസാനമായി സംസാരിക്കുന്നു. ഈ നിലപാട് മാറ്റത്തെ ജിമിച്ചേട്ടൻ എങ്ങനെയാണ്? ഒരു ഉദാഹരണം വെച്ച് പറയാം. ഈ മുടി കൊഴിയുന്നു, അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊത്തിയൊക്കെ വെച്ച് പലരും, ഞാനൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അവസാനം ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു രക്ഷയില്ല, പിന്നെ അങ്ങ് മുടി അങ്ങ് ഷേവ് ചെയ്ത് കളയും, മൊട്ടയായിട്ടങ്ങ് ഇറങ്ങും, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ അവസ്ഥയിലാണ് CPM. കുറച്ച് നാളായിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊത്തി ഒക്കെ പോകുമായിരുന്നു. അവസാനം ഇത് ഒരു രക്ഷയില്ലാതിരുന്നൊരു ഘട്ടത്തിൽ CPM അങ്ങ് അനാവൃതമാവുകയാണ്, സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ്. യുവതികൾ കയറണ്ട ശബരിമലയിൽ എന്നല്ലേ നിലപാട് മാറ്റം. ടേൺ എന്നൊക്കെ പറഞ്ഞ പച്ച വണ്ടി എന്താ? ശബരിമലയിൽ യുവതികൾ കയറണ്ട. കൃത്യം 7 വർഷം മുമ്പ് 7.5 വർഷം മുമ്പ് പറഞ്ഞൊരു വരി ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ആരാ പറഞ്ഞ? പിണറായി വിജയൻ. പിന്നെ ആരാ പറഞ്ഞ? കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി സാഹബ് ഇന്നില്ല, പിണറായി വിജയൻ ഇന്ന് അതിനേക്കാൾ ശക്തിയിൽ നിൽപ്പുണ്ട്. എവിടെ പോയി? എന്താ കാരണം? ശരി, ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തർക്കും അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. ഇപ്പം ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന് പറയുന്നവർക്ക് നോക്കൂ, ശബരിമലയിൽ ഈ സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട ഇതിനൊരു ആചാരമുണ്ട്, അതിന് പിന്നെ ഒരു കഥയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ പറയും. അതുകൊണ്ട് സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട. യുവതികൾ കയറണമെന്ന് പറയുന്നവർക്കുള്ള ന്യായം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഏത് ആരാധനാലയത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരാചാരവും എന്ത് വിശ്വാസവും അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും എല്ലാം ഭരണഘടനയ്ക്ക് താഴെയാണ്, ഈക്വാളിറ്റിയുടെ ലംഘനമാണെന്ന് പറഞ്ഞ് അത് എതിർക്കാം. CPM എന്തിനാണ് ആദ്യം യുവതികൾ കയറണ്ട എന്ന് തീരുമാനിച്ചത്? രണ്ടാമത് യുവതികൾ കയറണമെന്ന് തീരുമാനിച്ചത്? രണ്ടാമത് യുവതികൾ കയറണ്ട എന്ന് ഇപ്പോൾ തീരുമാനിച്ചത്? എന്താ കാരണം? വോട്ടിന് വേണ്ടിയാണെന്ന് പറയുമെന്ന് തോന്നുന്നു, അതാണ് സത്യമെങ്കിൽ. പക്ഷേ ഒരു ന്യായം വേണ്ടേ? അന്ന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ ഒരു ദിവസം ഒരു മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഒരു വെളിപാട് തോന്നി എഴുതി കൊടുത്തതല്ല. അത് പാർട്ടി വിശദമായി ചർച്ച ചെയ്ത ശേഷം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം ഈ വിഷയത്തിൽ അറിയാവുന്ന തന്ത്രിമാർ അവരോടൊക്കെ ചോദിച്ചിട്ട് കോടതി ഉചിതമായ തീരുമാനം എടുത്തോളൂ, ഇതായിരുന്നു നിലപാട്. ഇപ്പോൾ അതല്ല, ഞങ്ങളുടെ അഭിപ്രായം തന്നെ കയറണ്ടെന്നാണ്. അപ്പോൾ ഇതിന് പാർട്ടി ചർച്ച ചെയ്തോ? പാർട്ടിയിൽ ഈ നിലപാട് മാറ്റം ചർച്ച ചെയ്തോ? നിലപാട് മാറ്റം അംഗീകരിച്ചോ? അതുപോലെ തന്നെ LDFിൽ ഈ വിഷയം ചർച്ച ചെയ്തോ? മന്ത്രിസഭ ചർച്ച ചെയ്തോ? അതിൽ LDFും മന്ത്രിസഭയും നമുക്ക് രണ്ടാമത് എടുക്കാം. പാർട്ടി തീരുമാനം മാറ്റിയോ? അതോ സർക്കാർ മാത്രമേ നിലപാട് മാറ്റിയുള്ളൂ? എന്താണ് CPMൻ്റെ നിലപാട്? ഇതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ പോകുന്നില്ല. അതിങ്ങനെ ഒഴുക്കുന്ന വിശ്വാസികൾക്ക് എതിരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മറ്റതാണ് മറിച്ചാണ് കോൺഗ്രസ് ചെയ്തില്ലേ, BJP ചെയ്തില്ലേ, മുതലായ ഒഴുക്കൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ മറികടക്കാനാണ് പോകുന്നത്. പക്ഷേ കോർ ഇഷ്യൂ അവിടെ കിടക്കുക. എന്താണ് നിങ്ങളുടെ യുക്തി? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ യുക്തിയിൽ നിന്ന് ഇത്തവണത്തെ യുക്തി മാറ്റത്തിനുള്ള കാരണം എന്ത്? എന്താണ് യുവതികൾ ശബരിമലയിൽ കയറിയുള്ള പ്രശ്നം? അത് പറയണ്ടേ? അപ്പോൾ ഈ അന്ന് സ്ത്രീകൾ കയറണം എന്ന് പറഞ്ഞതിന് ശേഷം യുവതീ പ്രവേശനത്തിന് മതിൽ കെട്ടുന്നു, വലിയ കാര്യങ്ങൾ പറയുന്നു, വലിയ നിലപാടുകൾ നടത്തി പ്രസംഗം നടത്തുന്നു, നാട്ടിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാരെ ഇറക്കി അതിനുവേണ്ടി അനുകൂലമായ പ്രസ്താവന ഇറക്കുന്നു, പരിപാടി നടത്തുന്നു. പിന്നെ എന്തോ ഒരു സമിതി ഉണ്ടാക്കിയല്ലോ, നവോത്ഥാന സമിതി. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ അത് തന്നെ കോൺട്രാക്ടറി ആയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട എന്ന് പറയുന്ന ആളാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ തലപ്പത്ത് വരികയും ചെയ്യും. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നവോത്ഥാനമാണ്, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ വിളിച്ച്. അന്ന് ഒരുപാട് കഥകളുണ്ടായിരുന്നല്ലോ. ശബരിമല സത്യത്തിൽ ഇവിടുത്തെ ആദിവാസികളുടെയാണ്, ഇവിടുത്തെ ദളിതരെ ചവിട്ടി വെച്ചാണ്, എന്തൊക്കെയോ കഥകളെന്ന് പറയുകയും അവരുടെ പ്രസംഗിച്ചു പിണറായി ആ വിഷയം പറഞ്ഞു. അതെ, അതായിരുന്നു. അതുകൊണ്ട് ഈ ആചാരങ്ങളെല്ലാം പോകേണ്ടതാണ്. അന്ന് നമ്മുടെ ശ്രീ സുധാകരനും ഒരുപാട് കാര്യങ്ങൾ, അതിനു മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്നു, പുള്ളി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിഴുങ്ങും. ഇത് പ്രശ്നം എന്താ വെച്ചാൽ, എന്നിട്ട് അന്ന് ഈ പ്രശ്നം മുഴുവൻ ആയതിനു ശേഷം ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിരിക്കുന്ന പത്മനാഭൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതൊക്കെ പാർട്ടി തീരുമാനിച്ചിരിക്കും, ഞങ്ങളുടെ സ്ത്രീകൾ, എൻ്റെ വീട്ടിലെ സ്ത്രീകളാരും, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണല്ലോ, എൻ്റെ വീട്ടിലെ സ്ത്രീകളാരും ശബരിമലയിൽ കയറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലും അപകടകരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ പറഞ്ഞല്ലോ, ഈ കയറിയ സ്ത്രീകൾക്കൊന്നും വിശ്വാസികളല്ല,
എന്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി കയറിയതാണ്. ഇവരുടെയൊക്കെ ഈ പാർട്ടി ഉണ്ടാക്കിയ കൃഷ്ണപിള്ള എന്നൊരു മനുഷ്യനുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് മണിയടിച്ചതിനെ അടി വാങ്ങിച്ച് ഇഞ്ചപ്പരുവൊക്കെ ആളെ തല്ലി ഉപേക്ഷിച്ചതാണ്. കൃഷ്ണപിള്ള വിശ്വാസിയായിട്ടല്ല വൈക്കം ക്ഷേത്രത്തിൽ പോയി മണിയടിച്ചത്. ഇത് ഇവിടുത്തെ എല്ലാവർക്കുമുള്ള അവകാശമാണ്. വൈക്കം അമ്പലത്തിൽ റോഡിലൂടെ വഴി നടക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് വിശ്വാസിക്കും അവിശ്വാസിക്കുമുണ്ട്. അടുത്ത ഘട്ടമായി അമ്പലത്തിൽ കയറാനും തീണ്ടലും തൊടലും പാടില്ല എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. ആ മനുഷ്യൻ ദൈവവിശ്വാസിയായിരുന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചയാളാണ്. അങ്ങനെയാണെങ്കിൽ പി കെ ശ്രീമതി പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇയാളെ ഒന്നും അന്ന് പി കെ ശ്രീമതി കൊണ്ടായിരുന്നില്ല, എന്ത് പറഞ്ഞേനെ? ഈ വിശ്വാസമില്ലാത്തവൻ, നക്സലൈറ്റ്, കമ്മ്യൂണിസ്റ്റ്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയെന്നല്ലേ പറയുള്ളൂ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു തരത്തിലും നിലപാടിൽ വ്യക്തതയോ ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വയലാറിലെ വാരിക്കുന്തം, മറ്റേ കുന്തം മറിച്ചത്, ചൈന, ചെഗ്വേര, ഇതൊക്കെ പറഞ്ഞ് കുറേ ബഹളം വയ്ക്കുകയും പാട്ടിട്ട് അതിനനുസരിച്ച് ചുവട് വയ്ക്കുകയും അത് കേൾക്കുമ്പോൾ ഒന്ന് രോമാഞ്ചം ഒടിക്കുകയൊക്കെ ചെയ്യുന്ന ക്യൂബ മൂന്തന്മാരുടെ പാർട്ടിയാണിത്. അല്ലാതെ ഒന്നുമില്ല, ജാട, അതിനപ്പുറം ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇതേ ചെയ്യാൻ പറ്റും. ആ തനി സ്വഭാവം കാണും. ഞാൻ പറഞ്ഞില്ലേ, മുടി കുറേ നേരമൊക്കെ മറച്ചു വയ്ക്കും കഷണ്ടി ഒഴിവാക്കാൻ, പിന്നെ അതങ്ങ് ഷേവ് ചെയ്ത് കളയും. ഇപ്പോഴാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തനി നിറം കാണിച്ചത്. ഇത്രേ പറ്റൂ. കാരണം അതിനുള്ള സോഷ്യൽ ക്യാപിറ്റൽ, അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് അവർക്കുള്ളൂ. അതുകൊണ്ടാണ് 4 വോട്ടിന് മുന്നിൽ നിലപാട് മാറ്റിയിരിക്കുന്നത്. നിലപാട് മാറ്റാതെ വേറെ യാതൊരു വഴിയില്ല. ഇനിയിപ്പോൾ ആകെ മുങ്ങിയതുകൊണ്ട് കുളിരുമില്ല. കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? ഇല്ല. ബി ജെ പിക്ക് എന്തെങ്കിലും പറ്റുമോ? നിലപാട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അല്ല, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ നിലപാടാണ്. ആകെ പറയാവുന്നത് അന്ന് പറഞ്ഞ തന്ത്രം, ഇന്ന് പറഞ്ഞ തന്ത്രം, ഇതൊക്കെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അണികളോട് പറയേണ്ടത് അന്നത്തെ നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറാനുള്ള കാരണം വിശ്വാസികളെ പേടിച്ചിട്ടാണോ, അതോ നിങ്ങളുടെ ശരിക്കുള്ള നിലപാട്? വ്യത്യാസമുണ്ട്. സർക്കാരിൻ്റെ നിലപാടല്ല ഞാൻ ചോദിക്കുന്നത്, CPIഎമ്മിൻ്റെ നിലപാട് എന്താ? അതുകൂടെ വന്നാൽ വ്യക്തത വരും. അജിംസ്, ഇപ്പോൾ ഈ യുവതീ പ്രവേശന വിധിക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. കാര്യമായ തിരിച്ചടി LDFനുണ്ടായി. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 സീറ്റ് നേടി LDF അധികാരത്തിൽ വന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇക്കുറി ഒരു ധൈര്യക്കുറവ് വരുന്നു? അതായത് ശബരിമല തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFനെ ബാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, CPMൻ്റെ വോട്ടുകൾ ഒലിച്ചു പോകുന്നുണ്ട് ശബരിമല വിഷയത്തിന് ശേഷം എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ധാരാളമായ വോട്ടുകൾ പോകുന്നു. അത് CPMനെ സംബന്ധിച്ചൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ട് ബാങ്കായിരുന്നു. ആ വോട്ട് ബാങ്ക് ഒലിച്ചു പോകുന്നു. അവിടെയാണ് അവർ തിരുത്താൻ തീരുമാനിക്കുന്നത്. അത് 2019 തെരഞ്ഞെടുപ്പ് ജയം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചുകൊണ്ടോ, പിന്നെ UPA സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു, ഇന്ത്യ സഖ്യം വരാൻ പോകുന്നു എന്നുള്ള ആളുകളുടെ എക്സ്പെക്ടേഷൻ കൊണ്ട് വോട്ട് ചെയ്തു, അതുകൊണ്ട് LDF തോറ്റുപോയി എന്നുള്ളതല്ല. വോട്ട് ചോർന്നു പോകുന്ന അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ ചോർന്നു പോകുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി. അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ ഈ ശബരിമല എന്ന് പറയുന്ന ആ ലീക്ക് ഹോൾ അത് പ്ലഗ് ചെയ്യണം എന്നവർക്ക് അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കാര്യത്തിൽ CPMൻ്റെ നിലപാട് വേറെയാണ്, ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വേറെയാണ്. സർക്കാരിൻ്റെ നിലപാട് എന്താണ്? സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഏതെങ്കിലും മതസമൂഹങ്ങളിലെ ആരാധനാലയങ്ങളിലെ ആചാരങ്ങൾ മാറ്റുന്നത് അത് സർക്കാർ ചെയ്യേണ്ട പണിയല്ല. പകരം അതത് സമുദായങ്ങളിലെ ആചാര്യന്മാർ, മതാചാര്യന്മാർ അവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ആചാരങ്ങൾ മാറ്റേണ്ടത്. അത് കുറേ കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു നിലപാടാണ്. കാരണം എക്സിക്യൂട്ടീവ് ഇറങ്ങിച്ചെന്ന് ഏതെങ്കിലും സ്റ്റേറ്റ് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ഒരു ഭാഗമാണ്. മതപരമായ കാര്യങ്ങൾ അവർ നടത്തട്ടെ. അപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു മതസമൂഹത്തിൽ ഒരു ആചാരം നിൽക്കുകയാണ് എങ്കിൽ മാത്രമാണ് സുപ്രീം കോടതി ഇടപെടേണ്ടത്. അവിടെയാണ് ഇത് ഇടപെട്ടത്. അതായത് സ്ത്രീകളോടുള്ള വിവേചനം ഒരു ആരാധനാലയത്തിനുണ്ടോ ഇല്ലയോ, അതിൽ ഭരണഘടന സുപ്രീം കോടതി ഇടപെടണോ വേണ്ടോ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അവിടെ സർക്കാർ കൊടുത്ത മറുപടി എന്താണ്? ഇത് അവർ തന്നെ തിരുത്തട്ടെ, അവരാലോചിച്ച് തിരുത്തട്ടെ, അതാണ് ചെയ്യേണ്ടത്. ഇതിൽ പക്ഷേ CPMൻ്റെ നിലപാട്, ജിമ്മി പറഞ്ഞത് CPMൻ്റെ നിലപാടാണ് പ്രശ്നം. 2018 2019 CPM കേന്ദ്ര കമ്മിറ്റി 2 പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രമേയം ശബരിമല വിധി വന്ന സമയത്ത്, സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് ആ വിധി സ്വാഗതാർഹമാണ്, സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള ഒരു ഉദാത്തമായ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിയ വായിൽ സ്വാഗതം ചെയ്തതാണ് CPM കേന്ദ്ര കമ്മിറ്റി. 2019 ഇത് വീണ്ടും ഇത് പരിഗണിക്കണം, അതായത് ഇത് ഭരണഘടനാ ബെഞ്ചിൽ വിടണം എന്നുള്ള സാധനം വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സെൻട്രൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കി. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രമേയം അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പാർട്ടി വളരെ പെട്ടെന്ന് ഒരു ഹൈബർനേഷനിലേക്ക് പോവുകയും ശബരിമലയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും. അതാണ് തന്ത്രം.
മുമ്പ് കോൺഗ്രസ് രാമജന്മഭൂമിയെ പറ്റി മിണ്ടരുത് എന്ന് ഓർഡർ കൊടുത്ത പോലെ, ചാനൽ ചർച്ചയിൽ പോകരുത്, അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഓർഡർ കൊടുത്ത പോലെ ശബരിമലയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പാർട്ടി നേതാക്കൾക്കും അണികൾക്കും നിർദ്ദേശം കൊടുക്കുന്നു. അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു. അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അധ്യായം എന്നല്ല, അടഞ്ഞ അധ്യായം എന്ന് തന്നെയാണ്. കഴിഞ്ഞ അധ്യായം എന്നല്ല, അടഞ്ഞ അധ്യായം എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നു. അതിനുശേഷം എന്താണ്, അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക മാത്രമല്ല, ഇപ്പോൾ അതിൽ നിന്ന് യു-ടേൺ അടിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നു. പാർട്ടിക്ക് ഇപ്പോൾ നിലപാടില്ല, സർക്കാരിന് നിലപാട്. സർക്കാരിന് വേണ്ടി പഴയ അഫിഡവിറ്റ് തന്നെ കൊടുക്കാം. അതിൽ മാറ്റം വേണമെങ്കിൽ അവിടെ ആചാര്യന്മാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു അഫിഡവിറ്റ് തന്നെ കൊടുത്താൽ മതി. അവർക്ക് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് മാറുന്നില്ല. ആദ്യത്തെ നിലപാട് തന്നെ അവർക്ക് രണ്ടാമതും പറയാം. പാർട്ടി എന്ത് പറയുന്നുള്ളതാണ് പ്രശ്നം. പാർട്ടി എന്ത് പറയുന്നുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ വിധി ഉണ്ടായതിനു ശേഷം ശബരിമല കേന്ദ്രീകരിച്ചും അല്ലാതെയും നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി ധാരാളം ആളുകൾ രംഗത്ത് വന്നു. ഈ നവോത്ഥാന മൂല്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശബരിമലയിലെ തന്ത്രി കുടുംബം എങ്ങനെയാണ് ഒരു കുടുംബത്തിനൊരു ക്ഷേത്രത്തിൽ അധികാരം കിട്ടുക? അങ്ങനെ വന്നു. അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. അവിടെ മലയാള സമുദായത്തിൻ്റെ നേതാക്കൾ പറയുന്നൊരു കാര്യം, ഈ ക്ഷേത്രം ഞങ്ങളുടേതാണ്, ഇതൊരു ആദിവാസി ക്ഷേത്രമാണ്, ഒരു ഗോത്രക്ഷേത്രമാണ്, അവിടെ ഞങ്ങളാണ് മുമ്പ് പൂജ നടത്തിക്കൊണ്ടിരുന്നത്, പിന്നെ ഇത് ബ്രാഹ്മണർ അത് തട്ടിയെടുക്കുകയായിരുന്നു എന്നുകൊണ്ട് സജീവമായി അവരിപ്പോഴും രംഗത്തുണ്ട്. അവർ ഈ കേസിൽ കക്ഷിയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നു. ഒരു വശത്ത് ആന്ധ്രയിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബം അതിൻ്റെ ആചാരം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിൽ കാതലായ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് ക്ഷേത്രങ്ങളിൽ ജാതി മതഭേദമന്യേ പൂജാരിമാരെ നിയമിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവിറക്കിയത്. ഒരു മലയാളിയന് അവിടെ പൂജാരിയാവാൻ പറ്റും ശബരിമല? ഇല്ല, പറ്റില്ല. ഈ പറയുന്ന തന്ത്രി കുടുംബത്തിലല്ലാതെ വേറെ ആർക്കും അവിടെ ഒന്നും ആവാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു പ്രശ്നമല്ലേ? അത് സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും നയപരമായൊരു കാര്യത്തിന് വിരുദ്ധമല്ല അങ്ങനെയാണ് നടക്കുന്നത്. അതിനെയും ആചാരം എന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റുമോ CPM-ന്, സർക്കാരിന്? അപ്പോൾ ചില ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത് തന്നെയാണ്, അത് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണെങ്കിൽ. പക്ഷേ അത് നേരിട്ട് സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യാതെ അതിന് ഒരു തുടക്കം കുറിക്കാൻ കഴിയണ്ടേ? അത് മാറണമെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ അതിനുവേണ്ടി സാമുദായിക ആചാര്യന്മാർ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ നവോത്ഥാന സമിതിയുടെ ആളാക്കി, വെള്ളാപ്പള്ളി നടേശൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വ്യക്തിപരമായിട്ട് അതിന് എതിർപ്പായിരിക്കും, സ്ത്രീകൾ കാരണമെന്ന് പറയും. ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, എന്നിട്ട് തീരുമാനിക്കണം ഇത് വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കണം. എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല? അപ്പോൾ ഇത് തൊട്ടാപ്പോൾ, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഒരർത്ഥത്തിൽ ഒരു പ്രോഗ്രസീവ് ഫിഗറായി ഉയർന്നു വന്ന സമയത്ത് പിണറായി വിജയനും താനും അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഫിഗറായിട്ട് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയും പുരോഗമന മൂല്യങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായിരുന്നു ഒന്ന്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവൾക്കൊപ്പം എന്ന #കൂടെയുള്ള ക്യാമ്പയിൻ. അപ്പോൾ ഇതൊരു പുരോഗമന സർക്കാർ. അതുപോലെ WCC അംഗങ്ങൾ വന്ന് മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുത്തൊരു ചിത്രം നമുക്ക് ഓർമ്മയുണ്ടാവും, മഞ്ജു വാര്യർക്ക് ഉൾപ്പെടെ. അത് ഉണ്ടാക്കുന്ന ഒരു ചിത്രമുണ്ട്, സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പ്രതീതി ഉണ്ടാക്കി. തൊട്ടുടനെയാണ് എന്ത് വരുന്നത്? പിറ്റേ വർഷമാണ് ശബരിമല വിധി വരുന്നത്. ശബരിമല വിധി വരുമ്പോൾ ഞങ്ങളിത് പുരോഗമന പക്ഷമാണെന്ന് പ്രതീതി. ഈ പ്രതീതി മാത്രമേ ഉള്ളൂ കേട്ടോ, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. WCCയുടെ കാര്യത്തിൽ സർക്കാർ ആ അതിജീവിതരുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്നായിരുന്നു, ആ കേസ് എന്തായി നമുക്കറിയാം. ശബരിമലയുടെ കാര്യത്തിൽ അത് തന്നെയാണ്, ഈ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് തിരിച്ചടിയാവുന്നുണ്ട്. അപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കുറേ കൂടി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും, നമ്മൾ അങ്ങനെ പുരോഗമനമൊന്നും പറയണ്ട, പ്രാഗ്മാറ്റിക്കായിട്ട് വോട്ട് നേടാനുള്ള തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ലൈനാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് പച്ചയ്ക്ക് പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മൾ മുസ്ലിം ലീഗിനെ എപ്പോഴും കളിയാക്കും. അതിൻ്റെ ദേശീയ കമ്മിറ്റി എന്ന് പറയുന്നത്, ആ ദേശീയ പ്രസിഡന്റ് തീരുമാനിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണെന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ സെൻട്രൽ കമ്മിറ്റിയുടെ 2 പ്രമേയങ്ങൾ, 2 കമ്മ്യൂണിക്കേകൾ ഇപ്പോഴും അവൈലബിൾ ആണ്, ഇപ്പോഴും അവിടെ നിലനിൽക്കണം. അത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പിൻവലിച്ചിട്ടില്ല. എന്നിരിക്കെ MA ബേബി അവിടെ നിൽക്കുന്നു. MA ബേബി ആരാണ് നിശ്ചയിക്കുന്നത്? ഇവിടെ നിന്നാണ് നിശ്ചയിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി എന്താണ്? ഇവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ എന്താണ്? ഇവിടുന്ന് പറയുന്നതനുസരിച്ച് പറയാനുള്ളതാണ് പോളിറ്റ് ബ്യൂറോ എന്ന നിലയിലേക്ക് ആ പാർട്ടി അധപ്പതിക്കുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ ലീഗിന് മാത്രം സവിശേഷമായി ഉണ്ടായിരുന്നൊരു സവിശേഷത ഇപ്പോൾ CPM-കൂടി കൈവരുന്നു എന്നേ തോന്നുന്നു. യെസ്.